ഇപ്പോൾ രണ്ടുപേര് ഇവിടെ വന്ന് പറയുന്നത് കേട്ടു, ഇമോഷൻസ് സീൻസ് അറിയാതെ കണ്ണ് നനഞ്ഞു പോകുന്ന ചില സീൻസ് വരെ അത് നന്നായി ഉള്ളിൽ കൊണ്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ ഒരു ഒരു സിനിമയുടെ പ്രവർത്തകർക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരം തന്നെയാണല്ലോ. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ, പുള്ളിയുടെ ഒരു പല മേഖലകളിൽ ആള് പ്രഗത്ഭനാണ് ആള്. പക്ഷെ അതിനൊരു അവസരം ഉണ്ടായത് ഏരീസിൻ്റെ ബാനറിൽ സോഹൻ സാർ അങ്ങനെ വിശ്വസിച്ച് അത് ഏൽപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് നല്ല രീതിയിൽ, അതിഗംഭീരമായ രീതിയിൽ ചെയ്തു. പിന്നെ മറ്റൊന്ന് DOP, നല്ല രീതിയിലുള്ള ഫോട്ടോഗ്രാഫി, ഓരോ ഫ്രെയിമിൻ്റെയും ഭംഗിയ ചെറിയ ഭംഗിയല്ല അത്. പിന്നെ ആർട്ടും നന്നായി അതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണത്. ഈ എല്ലാ മേഖലയും കൂടി ആ സിനിമയെ ഒരു നല്ലൊരു ദൃശ്യ വിരുന്ന് തന്നെയാണ് ആ പടം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സോഹൻ സാറിനെ പോലെയുള്ള ഏരിയസിൻ്റെ ബാനറിൽ ഇതുപോലൊരു സിനിമ ഇറങ്ങുക എന്ന് പറയുന്നത് അത് അദ്ദേഹം കാണിക്കുന്ന പുതുമുഖങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് എല്ലാവർക്കും സാധ്യമാവുന്ന ഒരു കാര്യമല്ല. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറാവുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇന്നിപ്പോൾ വീടുകളില്ലാതെ പല ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാത്ത ഒരുപാട് പേർക്ക് അത് കൈത്താങ്ങാവുന്ന ഒരു രീതിയിലുള്ള ഒരു പരിപാടി. അത് ഒരു വീട് വെച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള കാര്യം ചെയ്യുന്നുള്ളതല്ല, അവർ ലൈഫിനെ ഒരു ലെവലിൽ എത്തിക്കുന്നതിന്, കൊച്ചു കുട്ടിയെ മുതൽ വലിയൊരാളെ വരെ ലൈഫിനെ എത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ അദ്ദേഹത്തിന് പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതും ഒരു ആശ്വാസം. അപ്പോൾ സിനിമ കാണാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് സിനിമ എന്ന് പറയുന്നതും, രണ്ടൊന്ന് ഇതൊരു ചാരിറ്റി എന്നുള്ളതും. ഈ സിനിമ എന്ന് പറയുന്നിടത്ത് ഒരിക്കലും അവർ പിന്നോട്ട് പോവില്ല. ചാരിറ്റി എന്ന് പറയുന്നിടത്ത് അവരുടെ വക സംഭാവന, ഈ സിനിമ കാണലാണ് അവരുടെ സംഭാവന. രണ്ടും കൂടി ചേർത്ത് ഈ സിനിമയിലെ പുതുമുഖങ്ങൾ, ഇതിനോട് ബന്ധപ്പെട്ടവരെല്ലാവരെയും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം. അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ജനങ്ങൾ നല്ല പിന്തുണ നൽകണം. ഈ സിനിമയെ ജനം സ്വീകരിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. എന്തോ എല്ലാവരും ഇതിലിപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാമല്ലോ, ഇതിലിപ്പോൾ പുതുമുഖങ്ങളാണ് എല്ലാവരും. എന്ന് വെച്ചാൽ പ്രിയങ്ക മാമിനെ പോലെ, TG രവി സാറിനെ പോലെയൊക്കെയുള്ള ചിലരൊഴികെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങൾ തന്നെയാണ്. ആരും ഇതിൽ ഒറ്റ തരത്തിലും മോശമായി എന്ന് പറയാൻ പറ്റാവുന്ന രീതിയിലില്ല. എല്ലാവരും ഒന്നിനൊന്ന് നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ആ പുതുമുഖങ്ങൾക്കൊക്കെ ഒരു അവസരം കയറി വരാൻ ഒരു ഊർജം, ധൈര്യം, അവർക്ക് അവരോട് തന്നെയുള്ള ഒരു കോൺഫിഡൻസ് ഊട്ടി ഉറപ്പിക്കാൻ ഈ ഒരു സിനിമ വലിയൊരു ഗുണകരമായിരുന്നു എന്നുള്ളത് പറയാം. അപ്പം ഞാനടക്കം അതാണ് പറയാനുള്ള കാര്യത്തിൽ. സിനിമ കണ്ടപ്പോഴെന്നുള്ളതല്ല, ഞാനതിലൊരു അഭിനയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണല്ലോ. സിനിമയെക്കുറിച്ച് ഇവിടെ കണ്ടിറങ്ങിയ സിനിമാ രംഗത്തുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. വളരെ നല്ല രീതിയിൽ വന്ന് അപ്രിഷ്യേറ്റ് ചെയ്ത് പോയി. അഭിനയത്തെക്കുറിച്ചാണെങ്കിലും സിനിമയെക്കുറിച്ചും. കാരണം ഒരു ചെറിയ പടം എന്ന് കാണുന്ന രീതിയിലല്ല ഈ പടത്തിനെ കാണാൻ കഴിയുന്നത്. പിന്നെ മറ്റൊന്ന് എന്താ വെച്ചാൽ, റിയലിസ്റ്റിക്കിൻ്റെ ഒരു കാലഘട്ടത്തിൽ സിനിമാറ്റിക് സ്റ്റോറി നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു അവസ്ഥ.